ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ എത്തി നിൽക്കുന്നത്. മലയാളത്തിൽ ഇന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ജിമിക്കിയും കമ്മലും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. ഇനി അഥവാ അമ്മയുടെ ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേഷ്യത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. എന്നിട്ട് എന്തുകൊണ്ട് ജിമിക്കിയും കമ്മലും ഹിറ്റായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാണ്. സെൽഫികളുടെ കാലഘട്ടമാണ്. നമ്മൾ നമ്മുടെ ചിത്രം തന്നെ എടുക്കുന്നതാണ് സെൽഫി. ഈ സെൽഫിക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട്, സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ട്. സെൽഫിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ്. ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങണം എന്ന് പറയുന്ന, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ് സെൽഫികൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരസ്യങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാ പരസ്യങ്ങളും ഒട്ടുമിക്ക സ്ത്രീ വിരുദ്ധമായി മാറുകയാണ്. ലോകസുന്ദരിയുണ്ട് ഐശ്വര്യ റോയ്. ഐശ്വര്യ റോയിയുടെ ഭർത്താവ് വന്നിട്ട് എന്താ പറയുന്നത്? ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിൽ പ്രസ്റ്റീജിന്റെ പ്രഷർ കുക്കർ മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ പ്രസ്റ്റീജിന്റെ പ്രഷർ കുക്കർ ഇല്ലാത്ത വീട്ടിലൊന്നും ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചിട്ടില്ല എന്നുകൂടി പരസ്യത്തിൽ പറയുന്നു. പിന്നുള്ളത് സൗന്ദര്യ വസ്തുക്കളുടെ പരസ്യമാണ്. ഒരു പെൺകുട്ടി ആകെ വിഷമിച്ച് ഇന്റർവ്യൂവിന് പോകുന്നു, ഇന്റർവ്യൂവിന് പാസ്സാകുന്നില്ല, ഉടനെ പറയുന്നു ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ചു തേക്കാൻ. ഫെയർ ആൻഡ് ലവ്ലി തേച്ച് കഴിയുന്ന ഉടനെ ഇന്റർവ്യൂവിന് ഈ കുട്ടി സെലക്ടഡ് ആവുകയാണ്. നമുക്കറിയാം ഫെയർ ആൻഡ് ലവ്ലി തേച്ച് ഈ ലോകത്ത് ഇതുവരെ ആരും വെളുത്തിട്ടില്ല. അല്ലെങ്കിൽ വെളുപ്പോ കറുപ്പോ വിജയത്തിന്റെ അടിസ്ഥാനമല്ല. ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ളത് കറുത്ത നിറക്കാരായിട്ടുള്ള രണ്ടു പേർക്കാണ്. ഒന്ന് ഭഗവാൻ കൃഷ്ണനും മറ്റൊന്ന് രജനീകാന്തിനും. അപ്പൊ കറുത്ത നിറം അങ്ങനെ മോശപ്പെട്ട ഒരു നിറമൊന്നുമല്ല. പക്ഷേ ഈ പരസ്യങ്ങളാണ് കറുത്ത നിറത്തെ മോശപ്പെട്ട നിറമാക്കി മാറ്റുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയ ഒരു പരസ്യമുണ്ട്. ഒരു സ്പ്രേ അടിച്ചു കഴിയുമ്പോ പുരുഷൻ ചോക്ലേറ്റ് മനുഷ്യനായിട്ട് മാറും. പിന്നെ ഈ സ്ത്രീകളെല്ലാം പുറകെ നടക്കുമെന്ന് പിച്ചാൻ വേണ്ടി. ഇതൊക്കെയാണ് പരസ്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് വന്നു, എന്താ ചോദിച്ചത്? ക്യാരറ്റ് ഹലുവ. ഞാൻ ഉടനെ ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാൻ പോയെന്ന് പറയുന്ന പരസ്യം. പിന്നെ സീരിയലുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട. സ്ത്രീയെ വിട്ടൊരു കളിയില്ല. സ്ത്രീജന്മം, പുണ്യജന്മം, സ്ത്രീ ഒരു ചെമ്പരത്തി, സ്ത്രീധനം, ഇതൊക്കെയാണ് സീരിയലുകളുടെ പേര്. എന്റെ ഇടയ്ക്ക് കടന്നു വന്നപ്പോൾ വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ മാന്നാറിലെത്തി. 2:15 തന്നെ മാന്നാറിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡ്രൈവർ വഴി ചോദിച്ചപ്പോൾ പൊടിയാടിയിൽ എത്തിയിട്ടാണ് വരേണ്ടത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വഴി തെറ്റിയത്. ഞാൻ ഇങ്ങോട്ട് എത്തിയപ്പോ ബഹുമാന്യനായ തിരുമേനി ചോദിച്ചു, നിങ്ങൾക്ക് വഴി തെറ്റിയാൽ പിന്നെ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ആരാണ് നയിക്കുന്നത് എന്ന തരത്തിൽ അദ്ദേഹം ചോദിക്കുകയും. അധികം ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം.